ശബരിമല യാത്ര 2 വട്ടം പോയിട്ടുണ്ടെങ്കിലും ഈ പ്രാവശ്യം പോകുന്നത് കരിമല വഴിക്കാണ്. മാളികപ്പുറവും ഞങ്ങളും എരുമേലിയിൽ നിന്ന് പേട്ടതുള്ളി യാത്ര തുടങ്ങി. ഒഴിക്കാവ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ പിന്നെ അങ്ങോട്ട് കാടാണ്. പുലർച്ചെ ഒരു 4:30 യാത്ര തുടങ്ങി. ഇവിടെ നിന്ന് ഇനി ഓരോ പോയിന്റുകളുണ്ട്. രാവിലെ ഒരു 6 മണിക്ക് ശേഷം മാത്രമേ ചെക്ക് പോസ്റ്റ് കടത്തി വിട്ടുള്ളൂ. അതുപോലെ 2 മണിക്ക് ശേഷം ആരെയും വിടില്ല. ഏകദേശം 10-46 കിലോമീറ്റർ ആകും പമ്പയെത്താൻ. കാലകെട്ടി, അഴുത, കരിടാംകുന്ന്, ഇഞ്ചിപ്പാറ കോട്ട ഈ ഒരു റൂട്ടിലൂടെയാണ് പോയത്. പാട്ടിലൊക്കെ കല്ലും മുള്ളും കാലിക്കുമെത്ത് പറഞ്ഞ പോലെ കല്ലുമുള്ളിലൂടെയാണ് യാത്ര. കുറച്ചൊക്കെ കഠിനമായിരുന്നു. കാടിന്റെ ഭംഗി, മാളികപ്പുറത്തിന്റെ സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു കഷ്ടപ്പാടൊക്കെ മറന്നു. കരിമല കയറ്റം എത്തിയപ്പോൾ ഏകദേശം വൈകിട്ട് 6:30 അവിടെ സ്റ്റേ അടിച്ചു. രാത്രി കഞ്ഞി കുടിച്ച് റെസ്റ്റ് ചെയ്ത് രാവിലെ യാത്ര തുടങ്ങി. ഇനിയുള്ളത് വലിയാനവട്ടം, ചെറിയാനവട്ടം, പിന്നെ പമ്പയാണ്. ഈ വട്ടം തിരക്ക് കുറച്ച് കൂടുതലാണ്. പല ഭാഗത്തുനിന്നും സ്വാമിമാർ വന്നിട്ടുണ്ട്. ഇനി പമ്പ എന്ന സന്നിധാനത്തിലേക്ക് ഒരുപാട് മണിക്കൂറോളം നിന്നിട്ടാണ് സന്നിധാനത്തിൽ എത്തിയത്. ഈ ഒരു തിരക്കൊക്കെ കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ സന്നിധാനത്തിൽ എത്താൻ വേണ്ട നടപടികൾ എടുക്കണം. അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഫുഡും മറ്റു കാര്യങ്ങളും ഏർപ്പെടുത്തണം. പറയുകയാണെങ്കിൽ കരിമല വഴിക്ക് വരുന്ന യാത്രയേക്കാൾ കഠിനമായിരുന്നു പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പോകുന്നത്. ഓരോരോ പോയിന്റിലും കടകളും റെസ്റ്റ് എടുക്കാനുള്ള സ്പേസും ബാത്റൂമും എല്ലാം ഉണ്ടായിരുന്നു. കരിമല വരുന്ന വഴി ക്ലീൻ ആൻഡ് നീറ്റായിരുന്നു. പ്ലാസ്റ്റിക് ഒന്നും ഒട്ടും തന്നെ ഇല്ല. ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. എന്തായാലും അയ്യനെയും കണ്ട് നെയ്യഭിഷേകം വാങ്ങി രാവിലെ മല ഇറങ്ങി. പമ്പയിൽ നിന്ന് എരുമേലിക്ക് ബസ് കയറി നമ്മുടെ വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക്. ഇതിലൊക്കെ ഒരു മാറ്റം വരുമെന്ന് പ്രതീക്ഷയോടെ വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ.